ഷഫീന ബീവി അല്ലെ തെർത്താത്ത തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക് ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവർ ശ്രദ്ധിക്കുക. ആ കുടുംബത്തിൽ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്താണ് ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണു സുധി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളിക്കും. നിനക്ക് എന്താ പറയുന്നത്? എന്റെ പെട്ടിക്കകത്ത് എന്താണ്? ആടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് മുട്ടായി റബ്ബനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന ആ മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനാണ് ഞാൻ ബോധിപ്പിക്കുന്നത്? എടി ബോധിപ്പിക്കേണ്ടത് ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ? അല്ല നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചത്. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയെ തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെ മറ്റേ ഫാമിലിയെ തമ്മിൽ അടുപ്പിച്ച്, മക്കളെ തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതൽ നിന്നെ എടുത്ത് പറയാനില്ല. നാശം പിടിച്ചവളെ. ഒരു ദിവസം കഴിഞ്ഞു പോവാനായിട്ട് എന്തെല്ലാം തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കാണണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ പറയുന്ന രേണു സുധി വിഷയം എന്ന് പറയുന്നത്, രേണു കിച്ചു വിഷയം എന്ന് പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ചക്കയെന്നും മാങ്ങയെന്നും തേങ്ങയെന്നും പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. കണ്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക്, ഈ പറയുന്ന മലയാളികളായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് തലയ്ക്ക് കൈവയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ പറയുന്ന രേണു ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ രേണുവിന്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിഷയം കിച്ചു രേണുവിനെതിരെ പറഞ്ഞ വിഷയം, ഇതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് ചർച്ച പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ തുറന്നു പറയണമെങ്കിൽ ഈ ഒരു സംഭവം നല്ല രീതിയിൽ മുതലെടുക്കുന്ന കുറെ പേരും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ രേണുവിന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന രീതിയിൽ രേണു ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും എല്ലാം ശരിയാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊന്നും തന്നെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് വേറൊരു കാര്യം. പക്ഷേ ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, കാരണം ഈ രേണു ചെയ്യുന്ന നല്ല പക്ക മണ്ടത്തരങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും വന്നിട്ട് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുക. അത് ഇപ്പൊ തൊട്ട് മുന്നേ നമ്മളിപ്പോ ഈ പറയുന്ന രീതിയിൽ രേണു കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ അവർക്കെതിരെ ചീത്ത വിളിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആയിരിക്കും വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും മനസ്സ് തോന്നിയാൽ തന്നെ അത് കളഞ്ഞു പൊളിക്കുന്ന തരത്തിലാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ തന്നെ ഈ പറയുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിന് പ്രതികരിക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഈ പറയുന്ന രീതിയിൽ ഒരു കമന്റ് കണ്ടാൽ അതിന് കയറി പ്രതികരിക്കണം. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കയറി പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. അത് വേറൊരു സത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാത്തിലും, അതായത് വയ്യാവേലികളെല്ലാം തന്നെയും തലയ്ക്ക് കൊണ്ടുവന്ന് തലയ്ക്കകത്തോട്ട് കയറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തലയ്ക്ക് ഒരു കൊട്ട നിറച്ച് ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു രീതി രേണു എടുക്കുന്നത് ശുദ്ധമായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മണ്ടത്തരമാണ് രേണു ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വഴിയെ പോണ വയ്യാവേലികളെല്ലാം തന്നെയും വിളിച്ചു വരുത്തി ഇങ്ങനെ അടുത്തിരുത്തുക എന്നുള്ളതാണ് രേണുവിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഈ പ്രതികരണം എന്ന് പറയുന്നത് ഈ തൊട്ടനും പിടിച്ചതിനും കയറി പ്രതികരിക്കുകയല്ല വേണ്ടതെന്ന് പറയുന്നത്. ശരി, സന്ദർഭങ്ങളെ നിങ്ങൾ പ്രതികരിച്ചോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. നിങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രതികരിച്ചോ എന്ന് കരുതിയിട്ട് ഒരു കമന്റ് ഇട്ടാൽ പോലും അതിന് കയറി എന്താ പറയാ ചൊറിയുന്ന തരത്തിൽ അങ്ങോട്ട് പ്രതികരിക്കുക. ഇതൊക്കെ തന്നെയാണ് രേണുവിനെതിരെ, അല്ലെങ്കിൽ രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട്, രേണുവിന് ഇത്ര വലിയ നെഗറ്റീവ്, അതായത് രേണുവിനെ കുറിച്ച് പലർക്കും എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ തോന്നുന്നതും രേണുവിനെതിരെ ചൊറിയാൻ തോന്നുന്നതുമായിട്ടുള്ള വിഷയം എന്ന് പറയുന്ന പ്രധാന വിഷയം ഇതാണ്. അതായത് രേണു അങ്ങോട്ട് ചെന്ന് ചൊറിയുന്നു, അവർ തിരിച്ച് മാന്തുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഇപ്പോഴും അതേ രീതി തന്നെയാണ് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള മാറ്റമില്ല. പിന്നെ ഈ പറയുന്ന രീതിയിൽ രേണു കിച്ചു വിഷയം എന്ന് പറയുന്നത്, കിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, കിച്ചു പറഞ്ഞ കാര്യത്തിന് ഏതെങ്കിലും തരത്തിൽ രേണുവിന് മറുപടി ഉണ്ടോ എന്നുള്ള ചോദ്യം രേണു ഇട്ടേക്കുന്ന പല വീഡിയോയ്ക്ക് താഴെയും ഈ ഒരു കമന്റ് കാണുന്നുണ്ട്. അതായത് കിച്ചു പറഞ്ഞ വിഷയത്തിൽ രേണുവിന് തിരിച്ച് മറുപടി ഇല്ല എന്നുള്ളതല്ല. അപ്പൊ രേണു ചിലതിനൊക്കെ പറഞ്ഞിട്ടുള്ളത് സൗകര്യമില്ല പറയാൻ എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതായിരിക്കാം. അതുകൊണ്ടാണല്ലോ രേണുവിന് തിരിച്ചു പറയാനായിട്ട് മറുപടി ഇല്ലാത്തതെന്ന് പറയുന്നത്. കാരണം കിച്ചു ഇപ്പൊ കള്ളത്തരം പറഞ്ഞു എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ പലരും വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കിച്ചുവിന് ഈ പറയുന്ന രീതിയിൽ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ട് കിച്ചുവിന് എന്തോ കാശ് കൊടുത്ത് എന്താ പറയുക തിരിച്ചു അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണം ഈ പറയുന്ന രീതിയിൽ കിച്ചുവിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്യാത്ത കുറെ എണ്ണം തന്നെ ഈ പറയുന്ന
രീതിയിൽ രേണുവിനെ കാട്ടപരാധം പിടിക്കുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ പച്ചത്തെറി അത് ഇത് മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതി വിളിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു യുദ്ധക്കളമാണ്. സോഷ്യൽ മീഡിയ ഒരു യുദ്ധക്കളമാക്കി മാറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഗതികേടെന്നല്ലാതെ എന്തോ പറയുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് അത്രയ്ക്കും എന്താ പറയുക, ഇത് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന രീതിയിൽ രേണു എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത്. കാരണം ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്ത്യമെന്ന് പറയുന്ന ഒരു കാര്യം ഈ വിഷയത്തെക്കുറിച്ച് ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തൊട്ടടുത്ത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിച്ചുവിന്റെ ഈ വിഷയം ഇങ്ങനെ വരുമെന്നുള്ളത് ആരും പ്രതീക്ഷ ഒരു കാര്യമല്ല. എനിക്കൊന്ന് രേണു പോലും ഇങ്ങനെ പ്രതീക്ഷ കാണത്തില്ല. ഈ ഒരു വിഷയം ഇനി ഏത് തരത്തിലായിരിക്കും പോകുന്നത്? അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രേണു ഇത് ഇങ്ങനെ പ്രതികരിച്ച് വീഡിയോ ചെയ്ത് അതിന് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിച്ചുവിനെ അഗേൻസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രശ്നം വേറൊരു നാറ്റക്കേസിലേക്ക് എത്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം അത് അവസാനം 16ന്റെ പണിയായിട്ട് രേണുവിന് തന്നെ തിരിച്ചു കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ നീക്കാതിരിക്കുന്നതായിരിക്കും രേണുവിന് നല്ലതെന്ന് പറയുന്നത്. കാരണം ഈ ഒരു വിഷയം മുളയിലേ നുള്ളിക്കളയുക, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒതുക്കുക, ആ ഒരു തരത്തിൽ രേണുവിന് കഴിഞ്ഞില്ല. രേണു വീണ്ടും ചൊറിയുന്ന തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ബ്ലോഗേഴ്സിനെ ആയാലും അതോടൊപ്പം തന്നെ രേണുവിനെതിരെ പറയുന്നവരായാലും വീണ്ടും ചൊറിഞ്ഞ് പോകാനാണ് രേണു നിൽക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് രേണുവിന് 8ന്റെ പണിയായിരിക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് ഈ പറയുന്ന തോതിൽ വളരെ വലിയ തോതിലുള്ള പണി ഇരന്ന് വാങ്ങുന്ന തരത്തിലോട്ട് രേണു കാര്യങ്ങൾ എത്തിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നിലവിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് രേണു നോക്കുക. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ കിച്ചുവിനെ വായിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വരുന്നത് കിച്ചു അതാണ് ഇതാണ് എന്താ കിച്ചുവിന് കുറെ പൈസ രേണു കൊടുത്തിട്ടുണ്ട്, അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണം, മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കുറെ പേര് വന്നിട്ടുണ്ട്. ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ തിരിച്ച് അങ്ങോട്ട് രേണുവിനെതിരെ പറയണം ആ ഒരു രീതിയിലൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്തോന്നാണ് ഇതൊക്കെ? അറിയാൻ വരാൻ ഞെട്ടി ചോദിക്കുക. ഇതിന് ഒരു തരത്തിലുമുള്ള ഒരു അന്ത്യം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പല രീതിയിൽ പല കോണ്ടന്റുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് രേണു വിഷയത്തിലുള്ള കോണ്ടന്റ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത തരം കോണ്ടന്റ് ആണ് എന്നുള്ളത് എടുത്ത് പറയുന്നത്. കാരണം ഒരു വിഷയം തുടങ്ങി അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു അന്ത്യം കാണും. അതിപ്പോൾ ആരുടെ കാര്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പല വിഷയങ്ങളും ഈ പറയുന്ന രീതിയിൽ ചർച്ചാ വിഷയങ്ങളായിട്ടുണ്ട്, പല തരത്തിലോട്ടൊക്കെ തന്നെ അത് മാറിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെ ഒരു അന്ത്യം ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാക്കിയിട്ട് ഇപ്പോൾ രേണു വിഷയം ശരിക്കും സോഷ്യൽ മീഡിയയിൽ അങ്ങ് മാറിയിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വിനയായി മാറുന്നത്, അല്ലെങ്കിൽ 18ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അവസാനം രേണുവിന് തന്നെ ആയിരിക്കാനാണ് സാധ്യത കാണുന്നത്. കാരണം ഈ ഒരു വിഷയം രേണു നോക്കിയും കണ്ടും ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ പല രീതിയിലുമുള്ള പണി വാങ്ങിച്ചു വെക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. കിച്ചു ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തു, ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. ഇനിയിപ്പോൾ രേണു ഈ പറയുന്ന രീതിയിൽ മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഓരോ രീതിയിൽ ചൊറിയുന്ന തരത്തിലോട്ടുള്ള വർത്തമാനങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ വേറെ പല രീതിയിലും പല കാര്യങ്ങളും പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്ന് പറയുന്നത്. അതല്ല ഇത് അവസാനിപ്പിക്കാനായിട്ട് ഒരു തരത്തിലുമുള്ള ഒരു ലക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പണി എന്താണോ അത് വാങ്ങിച്ചു കൂട്ടി വയ്ക്കുക, അത്ര മാത്രമേ പറയാവുള്ളൂ. കാരണം ഇത് അമ്മാതിരി ഒരു നാറ്റക്കേസാക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം ഈ പറയുന്ന രീതിയിൽ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങോട്ട് ചെളിവാരി എറിയുന്നുണ്ട്, ഇങ്ങോട്ട് ചെളിവാരി എറിയുന്നുണ്ട്. അലമ്പ് കേസുകൾ പറയാതിരിക്കാൻ പറ്റുന്ന അലമ്പ് കേസുകളായിട്ട് ഈ ഒരു വിഷയം മാറുന്നുണ്ട് ഇപ്പോൾ.